വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കെ ടി എമ്മിൻ്റെ ഏറ്റവും പുതിയ ADV390, ADV390X, ADV250 അങ്ങനെ 3 ബൈക്കുകൾ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾക്ക് മുമ്പായിരുന്നു ഈ അപ്ഡേറ്റ് ചെയ്ത 390 അവർ ഷോക്കേസ് ചെയ്തത്. ഉടനെ തന്നെ അവർ ഇന്ത്യയിൽ ഇപ്പം അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ADV390, 250 ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഡ്യൂക്കിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് കിട്ടുമായിരുന്നു. അതായത് ഒരു ഡ്യൂക്കിന് ആ ഒരു ADV ബൈക്ക് ആക്കിയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. എവിടെയൊക്കെ ഡ്യൂക്കിൻ്റെ കുറച്ച് ലുക്ക് ആ ഒരു ഹെഡ് ലാമ്പിനോടെ ആയാലും ഡ്യൂക്കിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല, ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ADV ബൈക്ക് പോലെ ഇരിക്കുന്നത്. ADV ബൈക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രോപ്പർ ഡെക്കാർ ബൈക്കിൻ്റെ ലുക്കാണ് ഇപ്പോൾ ഈ വണ്ടികൾ വരുന്നത്. 3 വണ്ടിയും ഒരേപോലത്തെ ലുക്കാണ് വന്നേക്കുന്നത്. നമുക്ക് വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ 250 390 ആയിട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല, 3ഉം ഒരേപോലെ ഇരിക്കുന്നത്. 250 390 ആയിട്ട് വലിയ ഡിഫറൻസ് വരുന്നില്ല. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കലുള്ള DRL കാണാം, അതിലൊരു LED പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഉയർന്ന വിൻവൈസൊക്കെ കൊടുത്തേക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡെക്കാർ ബൈക്കിൻ്റെ ഫീല് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു ഉയർന്നു നിൽക്കുന്ന ബീക്ക് പോലത്തെ ആ ഒരു ഫെൻഡർ വരുന്നുണ്ട്. പിന്നെ വണ്ടി വളരെ സ്ലിമ്മായിട്ട് അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോകുന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ടാണ് ആ ഡിസൈൻ ചെയ്തേക്കുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു ADV ബൈക്ക് എങ്ങനെയാണ് വേണ്ടത് അതേപോലെ തന്നെ അവർ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴും വണ്ടി എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീലാണ് തരുന്നത്. അങ്ങനത്തെ ലുക്കിലാണ് വണ്ടി വന്നേക്കുന്നത്. ADV390 നോക്കുകയാണെങ്കിൽ 2 വേരിയൻ്റ് ഉണ്ട്. X എന്ന് പറഞ്ഞ വില കുറഞ്ഞ മോഡലും ഉണ്ട്, പിന്നെ ADV390 ഉണ്ട്. Xും നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ADV390 ആയിട്ട് ഏകദേശം 70,000 രൂപയ്ക്ക് മേലെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ADV390 എന്തൊക്കെയാണ് എക്സ്ട്രാ കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർസ് പറയുകയാണെങ്കിൽ ADV390 വരുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള USD ഫോക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയറിലെ മോണോഷോക്കിനും അഡ്ജസ്റ്റബിലിറ്റിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. 200 mm മോളാണ് ഈ സസ്പെൻഷൻ്റെ ട്രാവൽ വരുന്നത്. ഫ്രണ്ടിൽ 320 mm ഡിസ്കും റിയറിൽ നോക്കുകയാണെങ്കിൽ 240 mm ഡിസ്കോ വരുന്നത്. അതേപോലെ തന്നെ 25 ഫ്രണ്ട് വീൽ വരുന്നുണ്ട്, 17 ഇഞ്ചിൻ്റെയാണ് റിയർ വീൽ വരുന്നത്. അത് ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീൽസ് ആണ് അവർ ആ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. 830 mm വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. 227 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത്. 14 ലിറ്ററിൻ്റെയാണ് ഫ്യൂൽ ടാങ്ക് വന്നേക്കുന്നത്. 183 കിലോഗ്രാമോളം വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, 3 റൈഡ് മോഡുകൾ വരുന്നുണ്ട്. അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഓഫ് റോഡ് മോഡും അവർ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ്, അത് തന്നെ കോർണറിങ് ABS വരുന്നുണ്ട്, സ്വിച്ചബിൾ ആയിട്ടുള്ള ABS ആണ്. ഓഫ് റോഡ് മോഡൊക്കെ ABSനും അവർ കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ വരുന്നത്, അതിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. ഡെക്കാർ ബൈക്കിൻ്റെ പോലത്തെ ആ ഒരു ഇൻസ്പിറേഷനിലാണ് വണ്ടിയുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വന്നേക്കുന്നത്. 830 mm വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. 227 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത്. 14 ലിറ്ററിൻ്റെയാണ് ഫ്യൂൽ ടാങ്ക് വന്നേക്കുന്നത്. 183 കിലോഗ്രാമോളം വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, 3 റൈഡ് മോഡുകൾ വരുന്നുണ്ട്. അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഓഫ് റോഡ് മോഡും അവർ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ്, അത് തന്നെ കോർണറിങ് ABS വരുന്നുണ്ട്, സ്വിച്ചബിൾ ആയിട്ടുള്ള ABS ആണ്. ഓഫ് റോഡ് മോഡൊക്കെ ABSനും അവർ കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ വരുന്നത്, അതിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. വണ്ടി റൈഡ് ബൈ വയറാണ്, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററും വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ADV-X നോക്കുകയാണെങ്കിൽ, അതായത് വില കുറഞ്ഞ 390 ADV നോക്കുകയാണെങ്കിൽ അതിൽ സസ്പെൻഷൻ വരുന്നത്, ഫ്രണ്ടിൽ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത USD ഫോക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ അതിനും 200 mm ട്രാവലുണ്ട്. സസ്പെൻഷൻ ട്രാവൽ 2 വണ്ടിക്കും സെയിം തന്നെയാണ്. പിന്നെ ബ്രേക്കിംഗ് നോക്കിയാലും അതേപോലെ തന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കിയാലും 2 വണ്ടിക്കും സെയിം ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസും 2 വണ്ടിക്കും സെയിം ആണ്. ബാക്കി പിന്നെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ Xൽ വരുന്നത് 19 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീലും 17 ഇഞ്ചിൻ്റെ റിയർ വീലുമാണ്. അതവർ കൊടുത്തേക്കുന്നത് അലോയ് വീലാണ്, സ്പോക്ക് വീൽസ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് Xന് കുറവാണ്. Xന് 825 mm മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. വെയിറ്റും കുറവാണ്, 182 കിലോഗ്രാമോളം മാത്രമേ Xന് വെയിറ്റും വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിയാലും Xൽ നല്ലപോലെ പിശുക്കിയാണ് KTM കൊടുത്തേക്കുന്നത്. ആ ഒരു സെയിം ഡിസ്പ്ലേ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പിന്നെ നോക്കിയാണെങ്കിൽ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ, റൈഡ് ബൈ വയർ, സ്ലിപ്പർ ക്ലച്ച്, പിന്നെ ആ ഒരു 12 വോൾട്ടിന് ചാർജിങ് സോക്കറ്റ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ Xൽ അവർ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ആ ഒരു 390 അഡ്വഞ്ചർ കിട്ടുന്ന ഒരു ഫീച്ചേഴ്സും Xൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് Xന് ഇത്രയും വില കുറച്ച് അവർ കൊടുക്കുന്നത്. X വന്നേക്കുന്നത് ഒരു ടൂറർ പോലെയാണ്. നമുക്ക് റോഡിലാണ് കുറച്ചുകൂടെ ടൂർ ചെയ്യാൻ വേണ്ടി, ലോങ് ഒക്കെ പോകാൻ വേണ്ടിയുള്ള വണ്ടി പോലെയാണ് X വന്നേക്കുന്നത്. എന്നാൽ ADV390 നോക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ബൈക്കാണ് വന്നേക്കുന്നത്. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 398cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതായത് നമ്മൾ ആ ഒരു ADV390 കണ്ട ആ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്ത 390 എഞ്ചിനാണ് ഈ ഒരു വണ്ടി കിട്ടുന്നത്. അതിന് 46 PS ആണ് പവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 39 Nm ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തേക്കുന്നത്.
സ്ലിപ്പർ സ്കെച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററും ഈ ഒരു വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാമോളം വെയിറ്റ് കുറവ് വരുന്നത് 390Xനാണ്. 390X 182 കിലോഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. 390 നോക്കുകയാണെങ്കിൽ 183 കിലോഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. 250 നോക്കുകയാണെങ്കിൽ 250cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 31 PS പവറും വരുന്നുണ്ട്. 25 Nm ടോർക്കും വരുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. പിന്നെ 250യുടെ കാര്യം നോക്കുകയാണെങ്കിൽ 250 വന്നേക്കുന്ന സസ്പെൻഷൻ, ബ്രേക്സ്, ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എല്ലാം 390 ആയിട്ട് സെയിം തന്നെയാണ്. സസ്പെൻഷൻ ട്രാവലും 200 mm ഉണ്ട്. പക്ഷേ അഡ്ജസ്റ്റബിൾ ആയ സസ്പെൻഷനാണ് 250 വന്നേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മുടെ 390 സെയിം തന്നെയാണ്. ഹാർഡ് വൈസൊക്കെ നല്ലപോലെ രണ്ട് വണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലുക്കും നല്ലപോലെ സിമിലർ ആയിട്ട് വന്നേക്കുന്നത്. പക്ഷേ വെയിറ്റ് കുറവാണ്. 177 കിലോഗ്രാം മാത്രമേ 250ക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഇനി ഈ 3 വണ്ടികളുടെയും വില നോക്കുകയാണെങ്കിൽ 390ക്ക് 3.68 ലാക്കാണ് പ്രൈസ് വരുന്നത്. 3,68,000 സംതിങ് ആണ് 390യുടെ വില വരുന്നത്. 390X നോക്കുകയാണെങ്കിൽ 2.91 ലാക്കാണ് ആ വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. 250ക്ക് 2 ലാക്കോളാണ് പ്രൈസ് വരുന്നത്. അതായത് നമ്മുടെ ഹിമാലയൻ 450നേക്കാളും 20,000 രൂപ മാത്രമേ കുറവുള്ളൂ 250യുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.